അരുൺ, ഈ കാസർഗോഡിനെ കുറിച്ചൊരു ഇത് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അതായത് ടി വി രാജേഷ് കണ്ണൂർ ജില്ലയിൽപ്പെട്ട ആളാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട ആളാണ്. ഇവിടെ എം വി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലക്കാരൻ. കാസർഗോഡ് കാസർഗോഡ് ജില്ലക്കാരൻ. കാസർഗോഡിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് കാസർഗോഡ് മേഖലയിലുള്ള ഒരു സ്വഭാവം, രണ്ട് പിന്നീട് ഇങ്ങോട്ടൊരു കണ്ണൂർ സ്വഭാവമുള്ള കാസർഗോഡുമുണ്ട്. ഈ രണ്ട് മേഖലയിലും സ്വാധീനമുള്ള ആൾ എന്നുള്ള നിലയിലാണ് എം വി ബാലകൃഷ്ണനെ CPM സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ളത് CPM ആണ്, LDF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ രണ്ട് മേഖലയിലുള്ള ആൾ എന്നുള്ള നിലയിൽ, രണ്ട് മേഖലയിലും സ്വാധീനമുള്ള ആൾ എന്നുള്ള നിലയിൽ എം വി ബാലകൃഷ്ണനെ നോക്കൂ. അത് ഒരു ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ നോക്കൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുന്നിലുള്ളത്. CPI എന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പിളർന്നു വന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇന്ന് പാർലമെൻറ്റിൽ, അല്ലെങ്കിൽ കുറേ കാലമായി പാർലമെൻറ്റിൽ CPM ആണ്. CPMന് ഏതെങ്കിലും മാനദണ്ഡത്തിൽ കുറവ് വന്നാൽ, അടുത്ത തവണ BJP ആണെങ്കിൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് CPMൻ്റെ ദേശീയ പദവി ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 സംസ്ഥാനങ്ങളിൽ 7 ലോക്സഭാ സീറ്റുകൾ, പിന്നീട് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളിലെ പ്രാതിനിധ്യം, ഇതാണ് വേണ്ടത്. ഇന്നത്തെ നിലയിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് നമുക്ക് 2 ലോക്സഭാ സീറ്റുകൾ, 2 സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ പ്രതീക്ഷിക്കാവുന്നത്. ബംഗാളിൽ ചില മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതായിരുന്നു മുഹമ്മദ് സലീമൊക്കെ. അപ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും, ജാദവ്പൂരാണെന്ന് തോന്നുന്നു, ആ മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ വിജയസാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കാൻ വേണ്ടിയായിരുന്നു കേരളം വോട്ട് ചെയ്തിരുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ഒറ്റക്കക്ഷിയാക്കുക എന്ന നിലയിൽ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു ദേശീയ സ്വഭാവം നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം കേരളത്തിനുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ CPMും ലെഫ്റ്റ് ഫ്രണ്ടും ആ നിലയിലുള്ള ക്യാമ്പയിനായിരിക്കും മുന്നോട്ട് വെക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മൈനോറിറ്റി വോട്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഒരു വർഷം പിന്നോട്ടൊക്കെ ഒന്ന് പിടിക്കുക. ഈ ഒരു വർഷം പിന്നോട്ട് പിടിക്കുമ്പം CPMൻ്റെ എല്ലാ പരിപാടികളും യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വാധീനിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മനുഷ്യച്ചങ്ങല മുതൽ ഇങ്ങോട്ട് എല്ലാ പരിപാടികളും യഥാർത്ഥത്തിൽ ആ നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിനായാലും പലസ്തീൻ വിഷയത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വലിയ സമരങ്ങൾ, വലിയ ഫ്രെയിമിൽ നിൽക്കുന്ന സമരങ്ങളെല്ലാം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ ലോക്സഭാംഗങ്ങളെ ദേശീയ തലത്തിലേക്ക്, പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അതായിരിക്കും യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ചൂണ്ടിക്കാണിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആൻറ്റി ഇൻകംബൻസി. എനിക്കറിയാം, ഗവൺമെൻറ്റിനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, നമുക്കെല്ലാം അത് ബോധ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ ആൻറ്റി ഇൻകംബൻസി പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തി, പോലീസിൻ്റെ അട്രോസിറ്റി കൂടുന്നു എന്നുള്ള നിലയിലായിരുന്നു. എങ്കിൽ ഇത്തവണ വേറെയും ചില കാരണങ്ങൾ അതിനോടൊപ്പം ഉണ്ട്. വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭ MP മാർക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി. ഇപ്പോൾ ലോക്സഭയിലേക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിരവധി തവണ ലോക്സഭയിലേക്ക് പ്രതിനിധീകരിച്ചവർ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭാംഗങ്ങളുടെ ഒരു റോൾ എന്താണ് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഉണ്ട് കേട്ടോ വിഷയങ്ങൾ. ഇപ്പോൾ നമ്മളൊരു 2 മാസം അകലെയാണ് നിൽക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് നോക്കിയാൽ ഒരു 2 മാസം അകലെയാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ വന്നു പോകാനുണ്ട്. ആ വന്നു പോകാനുള്ള വിഷയങ്ങൾ കൂടി ചേർക്കുമ്പോൾ അത് ഏത് നിലയിൽ മാനേജ് ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അന്തിമമായിട്ടുള്ള ഫലം എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കില്ല യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും സ്വാധീനിക്കുക. ഒരു 70% കൂട്ടിയാൽ മതി. ഒരു 30% വിഷയങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി സംസ്ഥാന സർക്കാരിനുള്ളതുപോലെ തന്നെ MP മാർക്കെതിരെ, ലോക്സഭാ MP മാർക്കെതിരെയും ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. ഇതും കൂട്ടിക്കിഴിച്ചാൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് വിശദീകരിക്കാം എന്നുള്ളതാണ്. പിന്നെ മികച്ച സ്ഥാനാർത്ഥികൾ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇന്ന് CPMന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന
ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ്, ഞാൻ കാസർഗോഡിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ആറ്റിങ്ങൽ വരെയുള്ള സ്ഥാനാർത്ഥികളെ എടുത്താൽ ലഭ്യമായിട്ടുള്ളതിൽ ആറ്റിങ്ങലിൻ്റെ സ്ഥാനാർത്ഥി തന്നെ എടുക്കുക, വിജോയ്. അവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പദവിയിലിരിക്കുന്നു, വർക്കല MLA പദവിയിലിരിക്കുന്നു. ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ടാണ് അവിടെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വേറെ വഴിയില്ല. കാരണം അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് ഒരു ഈഴവ സാന്നിധ്യം അവിടെ ആവശ്യമാണ്, ആ മണ്ഡലത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് അതിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയില്ല എന്ന് കാണുമ്പോൾ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വിജോയിയെ പിടിച്ച് ആറ്റിങ്ങലിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ നയിക്കേണ്ടത് CPM ആണ് എന്നും ആ CPMനെ പാർലമെൻറ്റിൽ നയിക്കേണ്ടത് ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാകണം. അപ്പോൾ വിജയരാഘവനാക്കിയിരിക്കുന്നു. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വന്നിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വനിതകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം. കേരളത്തിലെ ഏറ്റവും ശക്തമായ വനിതാ സാന്നിധ്യത്തെ തന്നെ നിയമസഭാ അംഗമാണെങ്കിൽ തന്നെയും ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുള്ളൂ. കേരളത്തിലെ DYFയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവി സംസ്ഥാന അധ്യക്ഷ പദവിയാണല്ലോ, ആ ആളെ തന്നെ മലപ്പുറത്താണെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അപ്പോൾ വനിതകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം എണ്ണം കൊണ്ടല്ല, പക്ഷേ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ നയിക്കാൻ ഏറ്റവും മുൻകാലങ്ങളിലൊക്കെ എണ്ണം കൂട്ടുക എന്നുള്ളതായിരിക്കും. ഇപ്പം തോമസ് ഐസക്കിനെ പോലുള്ള ഒരാളെ എന്തിന് പാർലമെൻറ്റിലേക്ക് അയക്കണം? ഇന്നത്തെ നിലയിൽ പ്രത്യേകിച്ച് BJP ആണ് അധികാരത്തിൽ തിരിച്ചു വരുന്നതെങ്കിൽ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ പാർലമെൻറ്റിലുണ്ടാകണം, ഡൽഹിയിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ പറയാനുള്ള ഒരു ശേഷിയുള്ള ഒരാൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരാൾ. നമുക്ക് ചർച്ചകൾ തുടങ്ങാം. Meet the editors.